മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. പാരിലെനിക്കുള്ള സമ്പത്ത് സർവവും പങ്കിട്ടു പാവങ്ങൾ കേകിയാലും പാരിലെനിക്കുള്ള സമ്പത്ത് സർവവും പങ്കിട്ടു പാവങ്ങൾ കേകിയാലും തീക്കുണ്ടിൽ ദേഹം ദഹിക്കാനെറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. തീക്കുണ്ടിൽ ദേഹം ദഹിക്കാനെറിഞ്ഞാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ദൈവത്തിന്റെ അതിപരിസ്നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13 verse 34. A new commandment I give unto you, that you love one another as I have loved you, that you also love one another. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. ആമേൻ. ഇന്നത്തെ ചിന്താവിഷയം സ്ട്രീംസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള കൽപ്പന. കർത്താവ് ഒറ്റയ്ക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ദാനം ഒരു പുതിയ കൽപ്പനയായിരുന്നു. നാം ഒരിക്കലും കൽപ്പനയെ ദാനമായി കാണാറില്ല. എന്നാൽ ഈ കൽപ്പന അനുസരണയോടുകൂടി സ്വീകരിച്ചാൽ അത് ഓരോ ശിഷ്യൻ്റെയും ഓരോ മക്കളുടെയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഈ തമ്മിൽ സ്നേഹിക്കാതിരിക്കുക എന്നാൽ അനുസരണയില്ലാതെ ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. തമ്മിൽ സ്നേഹിക്കുക എന്നത് ഏതൊരു വിശ്വാസിക്കും ഇച്ഛാനുസരണം തിരഞ്ഞെടുക്കുവാൻ അവകാശമുള്ളതല്ല. നാം വെറുതെ പറയാറുണ്ട്, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധ്യമല്ല. മാത്രമല്ല, ചിലരെ സ്നേഹിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയല്ലേ? ഇല്ല സഹോദര സഹോദരി, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇന്നലെയും പറഞ്ഞില്ലേ? ഇന്നും പറയാൻ തയ്യാറായിട്ടിരിക്കുകയല്ലേ? ചില വിചിത്ര സ്വഭാവമുള്ളവരെ നമുക്ക് സ്നേഹിപ്പാൻ സാധ്യമല്ല. അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. ക്രിസ്തു തൻ്റെ എല്ലാ ശിഷ്യന്മാരെയും ഒരേപോലെ സ്നേഹിച്ചു. സംശയമുണ്ടാ കാര്യത്തിൽ? ഒരു സംശയം വേണ്ട. സ്വയം വലിയവർ എന്ന് വിചാരിച്ചിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂടി കർത്താവ് സ്നേഹിച്ചു അല്ലേ? തമ്മിൽ സ്നേഹിക്കുക എന്നത് ഒരു കൽപ്പനയാണ്, ന്യൂ കമാൻഡ്മെന്റ്. നാം അതനുസരിക്കുമെന്ന് നമ്മുടെ പിതാവ് പ്രതീക്ഷിക്കുന്നു. ആരാണ് നമ്മുടെ പിതാവ്? സ്വർഗസ്ഥനായ പിതാവ്. ചിലരെ സ്നേഹിക്കുവാൻ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൽപ്പനയെക്കുറിച്ച് വാദിക്കുകയോ തർക്കിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ
നടക്കാത്ത കാര്യങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാതെ അവയെല്ലാം ചെയ്ത ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നടക്കുക. ഹല്ലേലൂയ. കർത്താവ് കൽപ്പിച്ചത് പ്രമാണിച്ച് കാണിച്ചു തന്ന ദൈവമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള നമ്മുടെ കഴിവുകേടിനെ നോക്കിയിരിക്കാതെ നമ്മളിൽ കൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയെ നോക്കുക. കർത്താവിന് അങ്ങനെ ഒരു അവസരം കൊടുത്തുകൂടെ? അവിടുന്ന് ഈ കൽപ്പന തന്നത് മാത്രമല്ല, സ്നേഹത്തിൻ്റെ ഉറവിടമാണ് അവിടുന്ന്. യേശുക്രിസ്തുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അനുസരണം പ്രവഹിക്കുന്നു. ഈ സ്നേഹം ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല, അത് കൈമാറ്റം ചെയ്യുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഉപാധികളില്ലാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വിശ്വാസത്താൽ നമുക്ക് ആനന്ദിക്കാം. നമ്മുടെ മനസ്സിനെ അതിൽ കുളിർക്കാം. നമ്മുടെ ഇച്ഛാശക്തിയെ അതിൽ കഴുകിയെടുക്കാം. നമ്മുടെ സ്വയശക്തിയിൽ നാം നിസ്സഹരാണെങ്കിലും ക്രിസ്തുവിൻ്റെ ശക്തിയിൽ പരസ്പരം സ്നേഹിക്കാം. നാം സ്വീകരിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മുടെ മനോവികാരങ്ങളാൽ കറ പിടിപ്പിക്കാതെ മറ്റുള്ളവർക്ക് കൈമാറാം. അപ്പോൾ അവിടുത്തെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം ഇടവിടാതെ തമ്മിൽ സ്നേഹിക്കുവാൻ തുടങ്ങും. അങ്ങനെ നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ത്യാഗനിർഭരമായിരുന്നു. നമ്മൾ കൂടെയുള്ള കർത്താവിൻ്റെ സ്നേഹം ത്യാഗനിർഭരമായിരിക്കും. എന്നിൽ കൂടെയുള്ള അവിടുത്തെ സ്നേഹം സ്വാർത്ഥതയില്ലാത്തതും സർവ്വജാതിക്കും ഉള്ളതുമായിരിക്കണം. കർത്താവിനെ കുറിച്ച് പറയുന്നത് എ ഗിഫ്റ്റ് ഫോർ അതേഴ്സ് എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനെ എനിക്ക് തന്നതിലൂടെ അവിടുന്ന് എന്നെ എല്ലാവരിലും അധികമായി സ്നേഹിച്ചു. അനന്തമായ സ്നേഹത്താൽ അവിടുന്ന് എന്നെ സ്നേഹിച്ചു. ലോകത്തിൽ സ്നേഹം ലഭിക്കാത്തവർക്കും തള്ളപ്പെട്ടവർക്കും അങ്ങയെ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു വാഹനമായി തീരുവാൻ എന്നെ പൂർണ്ണമായി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹത്തെ ആവശ്യമുള്ള ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ. മറ്റുള്ളവർ എന്നിലൂടെ നിന്റെ സ്നേഹം അറിയുവാൻ ഞാൻ എന്നെയും എൻ്റെ സമയത്തെയും എൻ്റെ സമ്പത്തിനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ ഹല്ലേലൂയ അന്തരീക്ഷത്തിൽ ഞങ്ങൾ രൂപാന്തരപ്പെടുവാനും ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായി അവിടുത്തെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് നൽകുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തും കർത്താവേ, അവർക്ക് ആവശ്യമായ സ്നേഹം നൽകുവാൻ മക്കളെ സഹായിക്കണമേ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരത്താൽ പൂർണ്ണ ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സ്നേഹത്താൽ അവർ പൊതിയപ്പെടുവാൻ, ലോകം വെച്ച് നീട്ടുന്ന സ്നേഹത്തിൻ്റെ പുറകെ മക്കൾ ഓടാതെ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തോട് ഹാനോക്ക് ചേർന്ന് നടന്നതുപോലെ മക്കൾ നടക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ശത്രുതാ മനോഭാവം വിട്ടുമാറി പരസ്പരം സ്നേഹിക്കുന്ന രാഷ്ട്രങ്ങളായി ജീവിക്കുവാൻ അവരെ സഹായിക്കണം. സ്തോത്രം. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവ്, ശത്രുക്കളെ വെറുക്കുവാനും അവരെ ഇല്ലാതാക്കുവാനുമായി ഇറങ്ങിത്തിരിക്കുന്ന അനേക ദുഷ്ട ചിന്താഗതിയുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരെ സമർപ്പിക്കുന്നു. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരെ അവർക്ക് മുൻപായി അവിടുന്ന് അയക്കുന്നതിനായി സ്തോത്രം. അടഞ്ഞ വാതിലുകളെ അവിടുന്ന് തുറക്കുന്നതിനായി സ്തോത്രം. കലത്തിലമാവും തുരുത്തിലെ എണ്ണയും പറ്റിപ്പോകാതെ അത്ഭുതകരമായി അവിടുന്ന് വഴി നടത്തുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയാചനം കേട്ടിരിക്കുക. നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹത്തിലിന്നു നാം ചെയ്യുന്നതൊക്കെയും നിത്യസമ്മാനം പകർന്നു നൽകും. സ്നേഹത്തിലിന്നു നാം ചെയ്യുന്നതൊക്കെയും നിത്യസമ്മാനം പകർന്നു നൽകും.
മർത്യർക്കു ചെയ്യുന്ന സേവനമോരോന്നു കൃത്യമായി ദൈവം കുറിച്ചു വയ്ക്കും. മർത്യർക്കു ചെയ്യുന്ന സേവനമോരോന്നും കൃത്യമായി ദൈവം കുറിച്ചു വയ്ക്കും. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാൽ മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം.